നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും ശരീരത്തിൽ വരുന്ന വേദന, കടച്ചില്, അതുപോലെ തന്നെ സ്കിന്നിന്റെ ചുളിച്ചിലൊക്കെ മാറാൻ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കേണ്ട 4 ഭക്ഷണത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ 4 ഭക്ഷണങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ, നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അള്ളാഹ്, എല്ലാവർക്കും സമാധാനം നൽകണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ടെൻഷനും വിഷമങ്ങളും മാറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും പങ്കെടുക്കുക, ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യമില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല, നിസ്കരിക്കാൻ കഴിയില്ല, മക്കളെ സംരക്ഷിക്കാൻ കഴിയില്ല, സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആരോഗ്യമില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ മഹാനായ നബി തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചു, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് ആരോഗ്യത്തിനെ ചോദിക്കണേ. ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളും ശരീരത്തിൽ ഉണ്ടാകുന്ന കടച്ചുകലുകളും അതുപോലെ തന്നെ ശരീരത്തിന്റെ തൊലിയുടെ ചുളിവുകളൊക്കെ ഇല്ലാതെയാക്കാൻ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കേണ്ട 4 ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒന്നാമതായി നാം കഴിക്കേണ്ടത് ഉണക്കമുന്തിരിയാണ്. നമ്മളെ ശരീരത്തിന് ഏറെ ഉപയോഗപ്പെടുന്ന ഒന്നാണ് ഉണക്കമുന്തിരി. ഏറ്റവും നല്ലത് കറുത്ത ഉണക്കമുന്തിരി കഴിക്കലാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉണക്കമുന്തിരി കഴിച്ചാൽ നമ്മളെ ശരീരത്തിൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെ ശരീരത്തിന്റെ തൊലിയുടെ ചുളിവുകളൊക്കെ ഇല്ലാതെയാക്കാൻ നല്ലതാണ് ഉണക്കമുന്തിരി. അതുപോലെ ഒരുപാട് ആളുകളെ പ്രശ്നമാണ് ദഹനപ്രക്രിയ ശരിക്ക് നടക്കുന്നില്ല എന്നുള്ളത്. ദഹനപ്രക്രിയ ശരിക്ക് നടക്കാൻ ഉണക്കമുന്തിരി കഴിച്ചാൽ മതിയെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ ഉണക്കമുന്തിരി കഴിച്ചാൽ മതിയെന്ന് വലിയ ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെങ്ങനെ? രാത്രി കിടക്കുന്ന സമയത്ത് 40 കറുത്ത ഉണക്കമുന്തിരി എടുക്കുക, അത് വെള്ളത്തിലിടുക. രാവിലെ എണീറ്റുകൊണ്ട് ആ വെള്ളവും ഉണക്കമുന്തിരിയും കഴിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 40 ദിവസം തുടർച്ചയായി കഴിച്ചാൽ അവർക്ക് മക്കളുണ്ടാകും. പല ആളുകൾക്കും അങ്ങനെ മക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വലിയ ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ മക്കളില്ലാത്ത ആളുകൾ ഇതൊന്ന് ഉപയോഗപ്പെടുത്തി നോക്കുക. അള്ളാഹു മക്കളില്ലാത്തവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ രക്തത്തിന്റെ കുറവ്, ഒരുപാട് സഹോദരിമാരുടെ പ്രശ്നമാണ് രക്തക്കുറവ്. ആ രക്തക്കുറവ് ഇല്ലാതെയാക്കാൻ ഉണക്കമുന്തിരി കഴിച്ചാൽ മതി. ഇങ്ങനെ ഉണക്കമുന്തിരി കൊണ്ട് നമ്മളെ ശരീരത്തിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഏറ്റവും നല്ലത് രാത്രി വെള്ളത്തിലിട്ട് രാവിലെ കുതിർത്ത് കഴിക്കലാണ് എന്നാണ് ഉസ്താദുമാര് പഠിപ്പിക്കുന്നത്. അതുപോലെ നാം കഴിക്കേണ്ട മറ്റൊരു നട്സ് ആണ് വാൽനട്സ്. നമ്മളെ ശരീരത്തിന് ഇതും ഏറെ ഉപയോഗപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ബുദ്ധി കൂർമ്മതക്ക്, നല്ല ഓർമ്മശക്തി ഉണ്ടാകാനൊക്കെ ഏറെ നല്ലതാണ് വാൽനട്സ് എന്ന് പറയുന്നത്. നമ്മളെ മക്കൾക്കൊക്കെ പാല് കൊടുക്കുമ്പോൾ ആ പാലിൽ ചേർത്തുകൊണ്ട് വാൽനട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏറെ ഉപയോഗപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാകാൻ, നമ്മളെ ശരീരത്തിന്റെ ക്ഷീണം മാറാൻ, ശരീരത്തിലെ വേദനകളൊക്കെ മാറി ശരീരത്തിന് നല്ല ഊർജം ലഭിക്കാൻ വാൽനട്സ് നല്ലതാണ്. പ്രിയമുള്ളവരെ, തലച്ചോറിന്റെ പ്രവർത്തനത്തിന് വാൽനട്സ് നല്ലതാണ്. തലച്ചോറിന്റെ ശക്തിക്ക് വാൽനട്സ് നല്ലതാണ്. ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മളെ ശരീരത്തിന് ഏറെ ഉപയോഗപ്പെടുന്ന ഒന്നാണ് അത്തിപ്പഴം. അത്തിപ്പഴത്തിന്റെ പ്രത്യേകത എന്താ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു പഴമാണ് അത്തിപ്പഴം എന്ന് പറയുന്നത്. അത്തിപ്പഴം കഴിക്കാൻ സർവ്വ മഹാന്മാരും നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തിപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മളെ ജീവിതത്തിൽ ചെയ്തു തരും. നമ്മളെ
ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് അത്തിപ്പഴം എന്ന് പറയുന്നത്. അത്തിപ്പഴം കഴിച്ചാലുള്ള ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ്? നമ്മളെ ശരീരത്തിന്റെ എല്ലുകളുടെ ബലത്തിന് അത്തിപ്പഴം നല്ലതാണ്. ശരീരത്തിലെ എല്ലുകൾക്ക് ബലമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കൈയിന്റെ എല്ലിന് ബലമില്ലെങ്കിൽ എന്തായിരിക്കും കല്ലിന്റെ അവസ്ഥ? കൈയിന്റെ ശക്തിയൊക്കെ നശിച്ചു പോവുകയാണ്. കാലിന്റെ എല്ലിന് ബലമില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളെ കാലിന്റെ അവസ്ഥ? അപ്പൊ അത്തിപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾക്കും മസിലുകൾക്കൊക്കെ നല്ല ബലം ലഭിക്കുമെന്നുള്ളതാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ അത്തിപ്പഴം നല്ലതാണ്. ഇന്ന് ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നം എന്താ? ഹൃദയത്തിനാണ് പ്രശ്നം. എന്റെ പ്രിയമുള്ളവരെ, ആ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ നമ്മളെ ശരീരത്തിൽ ഇല്ലാതെയാക്കാൻ ഏറ്റവും നല്ല പഴമാണ് അത്തിപ്പഴം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാൻ നിർദ്ദേശിച്ച പഴമാണ് അത്തിപ്പഴം. പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ ഒരു പഴമാണ് അത്തിപ്പഴം. ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. രക്തസമ്മർദ്ദം ഇല്ലാതെയാകാൻ അത്തിപ്പഴം നല്ലതാണ്. എത്ര ആളുകളാണ് രക്തസമ്മർദ്ദം കാരണം മരിക്കുന്നത്? എത്ര ആളുകളാണ് രക്തസമ്മർദ്ദം കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്? ആ രക്തസമ്മർദ്ദം ഇല്ലാതെയാക്കാൻ അത്തിപ്പഴം കഴിച്ചാൽ മതി എന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ വരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വലിയ മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്തിപ്പഴം നിസാരപ്പെടുത്തേണ്ട ഒന്നല്ല. മഹാനരായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല അവിടുത്തെ കിതാബിൽ 8ഓളം ഗുണങ്ങൾ അത്തിപ്പഴത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഗുണം, കഫക്കെട്ടിന് നല്ലതാണ് അത്തിപ്പഴം. കഫക്കെട്ട് പല ആളുകളും നിസാരമായി കാണാറുണ്ട്. കഫക്കെട്ട് നിസാരമായി കാണേണ്ട ഒന്നല്ല. കഫക്കെട്ട് കൂടിക്കഴിഞ്ഞാൽ അറ്റാക്ക് വരെ സംഭവിക്കും പ്രിയമുള്ളവരെ. അപ്പൊ കഫക്കെട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആ കഫക്കെട്ട് ഇല്ലാതെയാക്കാൻ അത്തിപ്പഴം കഴിച്ചാൽ മതി എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി അവിടുത്തെ കിതാബിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുടിയുള്ള വളർച്ചയ്ക്ക് അത്തിപ്പഴം നല്ലതാണ്. എല്ലാ ആളുകളുടെയും പ്രശ്നം എന്താ? മുടി കൊഴിച്ചിലാണ്, അതല്ലെങ്കിൽ മുടി വളരുന്നില്ല. എന്നാൽ മുടി സംബന്ധമായ അസുഖങ്ങൾക്ക്, മുടി നല്ല തഴച്ച് വളരാൻ അത്തിപ്പഴം കഴിച്ചാൽ മതി എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൈൽസ് രോഗത്തിന് അത്തിപ്പഴം നല്ലതാണ്. ഒരുപാട് ആളുകൾ പൈൽസ് രോഗം കാരണം പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. അപ്പൊ പൈൽസ് പോലത്തെ രോഗങ്ങൾക്ക് അത്തിപ്പഴം നല്ലത് തന്നെയാണ്. രക്തവാദത്തിന് നല്ലതാണ്. ഒരുപാട് ആളുകൾ രക്തവാദം കാരണം പ്രയാസപ്പെടുന്നുണ്ട്. അത് വല്ലാത്തൊരു അസുഖമാണ് രക്തവാദം എന്ന് പറയുന്നത്. ആ രക്തവാദം ഇല്ലാതെയാകാൻ, നമ്മളെ ശരീരത്തിൽ നല്ല രക്ത ഓട്ടം നടക്കാൻ അത്തിപ്പഴം കഴിച്ചാൽ മതി. അത്തിപ്പഴവുമായി ബന്ധപ്പെട്ടാൽ മതി. മൂത്രക്കല്ലിന് അത്തിപ്പഴം നല്ലതാണ്. സുബ്ഹാനല്ലാഹ്, മൂത്രക്കല്ല് എത്ര പ്രയാസമായ ഒരു അസുഖമാണ്. എത്ര വേദന സഹിക്കണം മൂത്രക്കല്ല് വന്നു കഴിഞ്ഞാൽ. എൻ്റെ ഒരു സഹോദരൻ പറയുന്നുണ്ട്, മൂത്രക്കല്ല് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ അസുഖം സഹിക്കാൻ പറ്റൂല, അത്രയും വേദനയാണെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അത്തിപ്പഴം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് കിഡ്നി എന്ന് പറയുന്നത്. കിഡ്നി ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും ജീവിക്കുമോ? കിഡ്നി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? മരണമാണ്. അപ്പൊ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലാണ്. കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ വന്നാൽ അതിന്റെ ചികിത്സക്ക് ഡോക്ടർമാര് അതിന്റെ ചെലവ് പറയുന്നത് ലക്ഷങ്ങളാണ്, കോടികൾ പറയുന്നുണ്ട്. 20 ലക്ഷവും 50,000 ലക്ഷവും ഒക്കെ പറഞ്ഞാൽ സാധുക്കളായ നമ്മൾക്ക് എവിടുന്ന് എടുത്തു കൊടുക്കാൻ കഴിയും? അള്ളാഹു കാക്കട്ടെ. അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അപ്പൊ ആ കിഡ്നിയുടെ സംരക്ഷണത്തിന്, കിഡ്നിക്ക് അസുഖം ബാധിക്കാതിരിക്കാൻ വേണ്ടി അത്തിപ്പഴം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും, ഒരു 3 പ്രാവശ്യമെങ്കിലും അത്തിപ്പഴം കഴിക്കാൻ ശ്രമിക്കണേ. ഇപ്പൊ എത്ര ഗുണങ്ങൾ പറഞ്ഞു അത്തിപ്പഴത്തിനെ കുറിച്ച്. ഇത് ഞാൻ എൻ്റെ വക പറഞ്ഞതല്ല, മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട മറ്റൊരു നട്സാണ് ബദാം. ബദാമും നിസാരപ്പെടുത്തേണ്ട ഒരു നട്സ് അല്ല. ബദാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലെ ഫാറ്റ് കുറയും. നമ്മളെ ശരീരത്തിലെ കൊഴുപ്പുകളൊക്കെ, മോശമായ കൊഴുപ്പുകളൊക്കെ ഇല്ലാതെയാക്കുന്നതാണ്. നമ്മളെ ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ബദാം നല്ലതാണ് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിന് നല്ല ഊർജം ലഭിക്കാൻ, ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എപ്പോഴും ക്ഷീണാണ്, എപ്പോഴും തളർച്ചയാണ്, എപ്പോഴും കടച്ചിലാണ്. അവർ ഇങ്ങനെയുള്ള നട്സുകൾ കഴിക്കണം. ബദാം രാത്രി വെള്ളത്തിലിട്ട് രാവിലെ വെറും വയറ്റിൽ അതിന്റെ തൊലി കഴിഞ്ഞ് അങ്ങനെ ഒരു 2 മാസം കഴിച്ചു നോക്കാനും നിന്റെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാവും. ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാവും, നല്ല ഊർജം ലഭിക്കും. നമ്മളെ ശരീരത്തിലെ കടച്ചിലുകളും വേദനകളൊക്കെ മാറിക്കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടത്? 4 കാര്യങ്ങളാണ് നാം പറഞ്ഞത്. ഈ 4 വസ്തുക്കൾ നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്? തോന്നിയ പോലെ കഴിക്കാൻ പറ്റൂല. അത്തിപ്പഴം കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ഇല്ല അത്തിപ്പഴമൊക്കെ കഴിക്കാൻ പറ്റുമോ?
ബദാം കഴിക്കാൻ പറഞ്ഞുകൊണ്ട് 1 കിലോ ബദാം ഒറ്റടിക്കിരുന്ന് കഴിക്കാൻ പറ്റുമോ? ഉണക്കമുന്തിരി കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ആ ഉണക്കമുന്തിരി ഒറ്റടിക്കിരുന്ന് കഴിക്കാൻ പറ്റുമോ? അങ്ങനെ ചില ആളുകളുണ്ട്. കുറച്ച് ക്ഷമയൊക്കെ വേണം. ബദാം കഴിക്കുകയാണെങ്കിൽ ഒരു 4 ബദാം രാത്രി എടുക്കുക. ആ ബദാമിന്റെ കൂടെ ഒരു 2 വാൽനട്ട് കൊടുക്കുക. ശരിക്കും മനസ്സിലാക്കണം. 4 ബദാം 2 വാൽനട്ട്സ് എടുക്കുക. എന്നിട്ട് അത് 1 ഗ്ലാസ് വെള്ളത്തിലിടുക. അതാണ് രാവിലെ എണീറ്റ് കൊണ്ട് നമ്മൾ കഴിക്കേണ്ടത്. ആ വെള്ളം നമ്മൾ കളയുകയും വേണം. കുതിർത്തിരിക്കുന്ന ബദാം എടുക്കുക, ബദാമിന്റെ തൊലി കളയുക. ചില ആളുകൾ ബദാമിന്റെ തൊലി കളയില്ല. ബദാമിന്റെ തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ ദഹന പ്രക്രിയ നടക്കൂല. നമ്മളെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് ദഹനക്കേട് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ബദാം കഴിക്കുമ്പോൾ ഏറ്റവും നല്ലത് തൊലി കളഞ്ഞ് കഴിക്കലാണ്. അപ്പൊ തൊലി കളഞ്ഞിട്ട് ബദാമും വാൽനട്ട്സും ഒരുമിച്ച് കഴിക്കുക. വേറെ ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിലേക്ക് വെള്ളം പാർന്നതിന് ശേഷം 2 അത്തിപ്പഴം ഇടുക. 2ൽ കൂടുതൽ ഇടണ്ട, 2 എണ്ണം കഴിച്ചാൽ മതി. 2 എണ്ണം തന്നെ സ്ഥിരമായി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഏറെ ഉപകരിക്കും. പല ആളുകളും 1ൽ കൂടുതൽ ഒരു 10ഉം 20ഒക്കെ അത്തിപ്പഴം കഴിക്കും. അത് നമ്മളെ ശരീരത്തിന് ഗുണമായി ബാധിക്കില്ല, നമ്മളെ ശരീരത്തിന് ദോഷമായി ബാധിക്കും. അപ്പൊ 2 അത്തിപ്പഴം വെള്ളത്തിലേക്ക് ഇടുക. 5 ഉണക്കമുന്തിരി അല്ലേ, വില കുറവല്ലേ എന്ന് പറഞ്ഞിട്ട് എത്രയും കഴിക്കാന്ന് വിചാരിക്കണ്ട. 5 ഉണക്കമുന്തിരി എടുത്താൽ മതി. അതും ആ അത്തിപ്പഴത്തിന്റെ വെള്ളത്തിലേക്ക് ഇടുക. രാവിലെ എണീറ്റുകൊണ്ട് ആ വെള്ളത്തോടുക്കനെ അത്തിപ്പഴവും ഉണക്കമുന്തിരിയും കഴിക്കുക. പെറ്റുകയാണെങ്കിൽ ആ ഉണക്കമുന്തിരി ആ വെള്ളത്തിൽ അലിച്ചു കഴിക്കുക. എന്നാൽ ഒരുപാട് ഗുണം നമ്മളെ ശരീരത്തിനുണ്ടാകും. ശരിക്കും മനസ്സിലാക്കണം. ബദാമും വാൽനട്ടും ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ കുടിക്കരുത്, ആ വെള്ളം കളയുക. എന്നാൽ അത്തിപ്പഴവും ഉണക്കമുന്തിരിയിട്ട വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കുടിക്കണം. ആ വെള്ളത്തിൽ ഒരുപാട് ഔഷധങ്ങളുണ്ട്. പറ്റുകയാണെങ്കിൽ ഉണക്കമുന്തിരി ആ വെള്ളത്തിൽ അലിച്ചു കഴിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനെ 1 മാസം, അതല്ലെങ്കിൽ ഒരു 2 മാസം, ഒരു 3 മാസം നിങ്ങൾ തുടർച്ചയായി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ശരീരത്തിന്റെ വേദനകളൊക്കെ മാറും. ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാകും, മടിയൊക്കെ മാറും. അതുപോലെ തന്നെ കടച്ചിലുകളും കുത്തലുകളൊക്കെ മാറി നല്ല ആരോഗ്യത്തോടു കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ജീവിതകാലം മുഴുവനും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ നല്ല ഒരു സന്ദേശം നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു നമ്മൾക്ക് അവസരങ്ങൾ നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.